ഓവേഴ്സ് കളിക്കാൻ പോവാം. സോ ഫസ്റ്റ് ഒരു തരുന്ന ടീം വെച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ. സോ ഇതിൽ T20 ജേഴ്സി, ODI ജേഴ്സി ചെയ്യുന്നുണ്ട്. ഈസി, മീഡിയം, ഹാർഡ്, പിന്നെ ഈസി, എക്സ്പേർട്ട്, ഹാർഡ് കോർ, ഇഷ്ടം പോലെ ഇതിൽ വരുന്ന. ബാറ്റിംഗ് ബോളിങ്ങും നമുക്ക് ഈസി വെക്കാം, ബാറ്റിങ്ങും ഈസി വെച്ചിട്ട് കൊടുത്താൽ മതി. കസ്റ്റമാണ് ഇപ്പോൾ കസ്റ്റമർ. ആ ഹാർഡ് കോറും കഴിഞ്ഞാൽ കസ്റ്റമർ വരും. ഇത് പിച്ചുകൾ: ഹാർഡ് പിച്ച്, ഡ്രൈ പിച്ച്, ഗ്രീൻ പിച്ച്. ഞാൻ ഇപ്പോൾ ഗ്രീൻ പിച്ചിലാക്കുന്നത്. മാച്ച് നൈറ്റ് വരുന്നുണ്ട്. ഡസ്ക്, ഈവനിങ്, ആഫ്റ്റർനൂൺ, മോർണിംഗ്, ഇവിടെ നൈറ്റ്. സ്റ്റേഡിയം: മുംബൈ, ലണ്ടൻ, മെൽബൺ, ഗല്ലി സിറ്റി. 3 മാച്ച് ഉണ്ട്. കോൾ ഫോർ ഫ്രീ. ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു പൈസ. സോ നമുക്ക് ലണ്ടൻ നെക്സ്റ്റ് മാച്ചിൽ എന്തായിരുന്നു? ലക്നൗ ടീമിന് വയ്യും. ഇവിടെ ക്യാച്ചിങ്, ഫീൽഡിംഗ് ഒക്കെ മാനുവലുണ്ട്. ക്യാച്ചിങ് ഓട്ടോ കൊടുക്കുക, ഫീൽഡിങ് ഓട്ടോ കൊടുക്കുക. നല്ലത്. കാരണം കുറച്ച് കമൻറ്റ് ഇംഗ്ലീഷ് ഇവർ 3 പേരും ഇംഗ്ലീഷ്, ഇവർ 3 പേരും ഹിന്ദി, ഇവർ 3 പേരും ഇംഗ്ലീഷ്. പിന്നെ ഇംഗ്ലീഷിൽ കിറ്റൊക്കെ ഉണ്ട് ഇതിൽ. പക്ഷേ ബാറ്റ് മാത്രമേ കിട്ടൂ. നോട്ട്ലെസ് ബോളിങ്, ഗ്ലൗസ്, ഷൂസൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മുംബൈയിൽ കളിക്കാം. അടുത്ത നെക്സ്റ്റ് മാച്ച് വരില്ല. അപ്പം ഞാൻ ഇതാക്കാം. സോ ഞാൻ ഇതേ പ്ലേയിങ് ലെവലിലല്ല കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യേൻ്റെ പ്ലേയിങ് ലെവലില്ലേ, ആ പ്ലേയിങ് ലെവൽ. സൂര്യകുമാർ അതുകൊണ്ട് സഞ്ജു സാംസനെ, ശർമ്മല്ല, വിരാട് കോഹ്ലി ഇല്ല, ലോഴിക്കല്ല. സോ വിരാട് കോഹ്ലിക്ക് ആരായിരുന്നു? ഇഷാൻ കിഷൻ. സോ ഇഷാൻ കിഷനെ നമുക്ക് തേടി കണ്ടുപിടിക്കാം. അതാ ഗെയ്ക്വാഡിൻ്റെ താഴെ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ 2ാം വിക്കറ്റ്, 3ാം വിക്കറ്റ്. 4ാം വിക്കറ്റ് ആരായിരുന്നു? കോൾ വന്നതിന് 4ാം വിക്കറ്റ് മറന്നുപോയോ? ശിവം ദുബെ. 5ാം വിക്കറ്റ് അക്സർ പട്ടേൽ. വരുൺ ചക്രവർത്തി. ഒന്ന് ഡൗട്ടുണ്ട്, വരുൺ ചക്രവർത്തി വേണോ അല്ലെങ്കിൽ ആരേതെങ്കിലും സ്പിന്നർ? വരുൺ ചക്രവർത്തി തന്നെ നമുക്കിപ്പം നിൽക്കട്ടെ. രാഹുൽ ഇത്ര ബോളേഴ്സ് ഉണ്ടല്ലോ. 1, 2, 3, 4, 5. സോ ശിവം ദുബെ അറിയില്ല. അതുകൊണ്ട് പഞ്ചാബ് അഭിഷേക് ശർമ്മ 1, ഹർദിക് പാണ്ഡ്യ 1, അക്സർ പട്ടേൽ 2, വരുൺ ചക്രവർത്തി 3, ഹർഷ്ദീപ് സിംഗ് 4, ബുംറ 5. സോ ഫസ്റ്റ് ഓവർ ഹർഷ്ദീപ് സിംഗ്, സെക്കൻഡ് ഓവർ ബുംറ, സെക്കൻഡ് ഓവർ പാണ്ഡ്യ, വേണ്ട സെക്കൻഡ് ഓവർ അക്സർ പട്ടേൽ, തേർഡ് ഓവർ പാണ്ഡ്യ, 4th ഓവർ ചക്രവർത്തി, 5th ഓവർ ബുംറ. ഇതാണ്. അപ്പോൾ ക്യാപ്റ്റന് നമുക്ക് ഇവനെ വെക്കണ്ട. അപ്പോയിൻറ്റ് ക്യാപ്റ്റൻ സ്കൈ ഉണ്ടാകുമ്പോൾ എന്തിനാ? സോ ഇവിടെ അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരില്ലെങ്കിൽ ഫുൾ പ്ലേയേഴ്സിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ കളിക്കുക. സോ ഫസ്റ്റ് നമ്മൾ ബോളിങ് കളിക്കട്ടെ, എടുത്തരാം. സോ ഇതിൻ്റെ 10 ഓവർ മാച്ചിൻ്റെ 20 ഓവേഴ്സ്. ഇതിൻ്റെ മിനിമം 2 to 20. 2 hours 1 hour ഉണ്ടോയെന്ന് അറിയില്ല. 2 to 20 ആണ് മിനിമം. 1 hour ഇല്ല. 2 to 21, 2 to 50 ആണ് മിനിമം. ആൻഡ് ടെസ്റ്റ് മാച്ചസ് ഓൾസോ. ടെസ്റ്റിൽ നമുക്ക് എത്രയാണെന്നറിയില്ല, 10 to അങ്ങനെ കാണുന്നത്. 90, 10 to 90. ഇപ്പം തന്നെ 4 മിനിറ്റ് ആകും. കളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് 10 മിനിറ്റ് ആവും തോന്നുന്നു. കിട്ടി ബോളിങ്. ഞാൻ ചൂസ് ടു ബോൾ. ചേസിന് നമുക്ക് ചേസിങ് ചെയ്യാമല്ലോ. ഓരോ സ്കോറിൽ കമ്മിൻസ് ഉണ്ടല്ലേ,
അപ്പം നാഷണൽ ആൻഡ്രം വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞിട്ട് ആളേ ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. പാടൊന്നിട്ടില്ല. ഇതിപ്പോൾ ഇന്ത്യേൻ്റെ ജനഗണമന മതി. ഫസ്റ്റ് ഓവർ ഇപ്പം ഹർഷ്ദീപ് സിംഗ് അല്ലേ, അർഷ്ദീപ് സിംഗ് നല്ല അറിയണം. 3 മാച്ച് 0 വിക്കറ്റ്സ്. ഇന്നൊരു വിക്കറ്റ് എടുത്ത് പൊളിക്കും. ഇല്ലക്കട്ടറിലേക്ക് ഒരു ബോൾ ഇട്ട് കൊടുക്കണം. അർഷ്ദീപ് സിംഗ് എങ്ങനെയെങ്കിലും ആ ബോൾ മിസ്സാക്കും. മിസ്സാക്കാൻ പറഞ്ഞപ്പോൾ ഇവ എടുത്തൊക്കെ നമ്മോട്ടേക്ക് വരാം. എന്താടി ഇവർക്ക് ഫാസ്റ്റ് ബോളേഴ്സ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇൻസ്വിങ് ഇങ്ങോട്ട് നോക്കാം. റൈറ്റ് ഹാൻഡ് ജോസ് ഫിലിപ്സ് കയ്യിൽ അല്ല, പിന്നെ അടിപൊളി ഷോട്ട്, സൂപ്പർ ഷോട്ട് ആയിരുന്നു. പക്ഷേ ഒരു ക്യാച്ചിങ്, അടിപൊളി ക്യാച്ച്. ആരാത് പിടിച്ചത്? എനിക്ക് അവനൊന്ന് തിലക് വർമ്മ പൊളി. അവനത് അങ്ങനെ തന്നെ ബോൾ വെച്ച് കറക്റ്റ് ആ ബോൾ നേരെ കയ്യിലേക്ക്. തിലക് വർമ്മേൻ്റെ നേരെ ബോളിട്ടോ പറയാല്ലേ. മെക്ഡർമോട്ട് അടിപൊളി തന്നെയായിരുന്നു ആ ബോൾ. സോ അതടുത്തത് അതേ ബോൾ ഇട്ടെടുക്കുക. ഇനി ഔട്ട്സിങ് ഇട്ടെടുക്കുക കുറച്ച് സെൻറ്ററിൽ വെച്ചിട്ട്. ഇത് എന്തായാലും അടിക്കാൻ നോക്കും. അടിക്കാണ്ട് ഒരിക്കലും ഇരിക്കില്ല. ഫോർ അടിക്കാൻ നോക്കിയില്ലേ, അതന്നെ മതി. ബുംറ സൂപ്പർ ഫീൽഡിങ്. കുറച്ച് എന്താ പറയുക, അർഷ്ദീപ് സിംഗ് എന്ന് വെച്ചാൽ പൊളി. ഇവിടെ ഒരു പരിക്ക് പറ്റിയാലൊക്കെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കും. ഇനി ഇൻസ്വിങ് ഔട്ട് കൊടുക്കാം. ഈ ബോൾ എങ്ങനെയായിരിക്കും? ഡോട്ട് സിംഗിൾ. കാരണം റൺ റേറ്റ് ഇങ്ങനെ ഒരു കളി ഇങ്ങനെ ഒരു അയ്യോ നോ ബോൾ. ഈശ്വര അടിച്ച് നോ ബോൾ കണ്ടാ പഠിച്ച്. ഏടാ ഔട്ട് ആയിരുന്നു ഗൈസ്. നോ ബോൾ. ഔട്ട്. 2 വിക്കറ്റ് ആയിരുന്നു അവന് കിട്ടണ്ടേ. എന്തായാലും അടിക്കുന്ന ബോൾ ഇട്ടെടുക്ക്. എന്തായാലും അടിക്കാൻ പോവാ ബോള്. അപ്പം ഒന്ന് പോളി തിലക് വർമ്മ അങ്ങനെ തന്നെ. ഒരു റണ്ണും എടുത്തിട്ടുള്ളൂ. ഇതാണ് ഇവൻ വിട്ടുകൊടുക്കൂല. എപ്പോൾ ഉണ്ടെങ്കിലും ഇവൻ ഇത് ബോളിങ്ങിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ, എന്താ നോ ബോളൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ അത് കറക്റ്റ് വെച്ചെടുക്കും. ഈ ഓവറിൽ 7 റണ്ണേ കൊടുത്തിട്ടുണ്ട്. ഗുഡ് ഓവർ ഫ്രം അർഷ്ദീപ് സിംഗ്. നെക്സ്റ്റ് ഓവർ വരുൺ ചക്രവർത്തി ഓർ അക്സർ പട്ടേൽ ഒന്ന് കൊടുക്കാം. ഇതാ നല്ലത്. 4th ഓവർ ഹർദിക് പാണ്ഡ്യക്ക് കൊടുക്കാം നമുക്ക്. 3rd ഓവർ നമുക്ക് അക്സർ പട്ടേൽ. വരുൺ ചക്രവർത്തി 3rd ഓവർ. ഈ ഓവർ അക്സർ പട്ടേൽ. ഓഫ് സ്പിൻ ഇട്ട് കൊടുക്കാം. എന്ത് ചെയ്യും? സ്പിന്നറാണ്, അക്സർ പട്ടേലാണ്. 4. അടിപൊളി ഷോട്ട്. ട്രേവിസ് ഹെഡിന് പറ്റിയ ബോളായിരുന്നു. ഓഫ് സ്പിൻ ഇട്ടെടുത്തപ്പോൾ മോനെ ആവേശങ്ങൾ കൂടി വരുന്നുണ്ട്. സോ ഞങ്ങൾ അവിടെ തന്നെ ഇട്ട് കൊടുക്കരുത്. ഇവിടെ ഇട്ടിട്ട് ദൂസർ ഇട്ട് കൊടുക്കുക. ഇതാകുമ്പോൾ മറ്റേ ഇതാവും നോക്കിയ വൈഡ് എന്ന് അറിയിപ്പോൾ എന്താ വൈഡ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അടുത്ത ബോൾ നോക്കിക്കുന്നതാണ്. ഞാനിപ്പം ചേഞ്ചൊക്കെ ഒന്ന് മാറ്റാൻ പോവാം. ഇങ്ങോട്ടിടുക. ടോപ്പ് സ്പിൻ എടുത്ത് നോക്കിയേ. ഇതാ വീണ്ടും അങ്ങോട്ട് അടിച്ച് കണ്ടാ. എന്തായാലും നോക്കിയ 2 റണ്ണ് ഓടി. ഇനി ഇവിടെ ഒരു ബഗ് ഉണ്ടാവും നോക്കിയ. കണ്ട സഞ്ജയ് പിന്നെ ഇങ്ങനെ അറിയണ്ടേ. ഇപ്പം ഇവിടെ നിന്ന് ഞാൻ സ്പിന്നിട്ട് അതും
എങ്ങനെ അടിക്കാന്ന് നോക്കിയാൽ അതെങ്ങനെ അടിക്കാന്ന് നോക്കിയാൽ നോക്ക് കണ്ടോ ഒന്ന് ടച്ച് ചെയ്ത മാതിരി ഉണ്ടാവും. പക്ഷേ എന്തായാലും മഴ പെയ്യുണ്ടാവും. പിന്നെ റെയിനിങ് ഓപ്ഷനൊക്കെ നമുക്കുണ്ട്. വൈഡ് ഇടുന്ന ബോൾ കൊടുക്കാം, അതും ടോപ്പ് സ്പിന്നിലേക്ക് ഇട്ട്. എടാ വൈഡിട്ട ബോള് 4ലേക്ക് അടിച്ചിട്ട് ഈ ഓവറിൽ പകുതി റണ്ണ് പോയി. എന്തേയോ ഷടാ ഗൈസ്, ഇതിനെന്താ നമ്മൾ പറയണ്ടേ? അതേ ഒരു ബോൾ ഇട്ട് കൊടുക്കട്ടെ. വേടോ ഗൈസ് വിട്ട് ഗൈസ്. ആരാത്? ശിവം ദുബെയാ? ഹൈറ്റ് ഉണ്ട്, അപ്പോൾ ശിവം ദുബെ ആയിരിക്കും. ഈ ബോള് ലാസ്റ്റ് ബോള്, ഈ ബോള് തിലക് വർമ്മ എൻ്റെ കയ്യിൽ പോയില്ല. അതേ ഒരു ബോൾ ഇട്ടെടുക്കുന്നത്. ഈ ബോളോ എന്തായിരിക്കും? വൈഡാ. അടിപൊളി ബോളി അടിപൊളിയായിരുന്നു. ഡോട്ട് ബോൾ വൈഡായില്ല. സൂപ്പർ. അത് അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ സാരമില്ല. എന്തായാലും വിക്കറ്റ് പോയില്ലേ. മിച്ചൽ മാർഷ് ഇറങ്ങുന്നതിനും കൂടി ഇനി വരുൺ ചക്രവർത്തി 2 വിക്കറ്റ് 6 മാച്ചസ് 4 മാച്ചസ് 6 മാച്ചസ് 2 വിക്കറ്റ്. ഗൂഗിളി ഇട്ട് കൊടുക്കാം. ഗൂഗിളി. ഇന്ന് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് ഉണ്ട്. എന്തായാലും നമുക്ക് ഇന്ത്യ ജയിക്കണം. ഫൈനൽസിൽ ന്യൂസിലാൻഡിൻ്റെ കൂടെ കളിക്കും. എന്നിട്ട് നമ്മളതിൽ ജയിച്ച് കപ്പെടുക്കുക എന്നൊക്കെ നമുക്ക് നാളെ അറിയാലോ. ഈ മാച്ച് ജയിച്ചാൽ നമ്മൾ കപ്പടിക്കും. ഓക്കെ, ഇന്ത്യ ഈ മാച്ച് ജയിച്ചാൽ കപ്പടിക്കും. ഓക്കെ, ഇന്ത്യ ജയിച്ച മെസ്സേജൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ പുറത്തുള്ള സൗണ്ടൊന്നും നോക്കണ്ട, എൻ്റെ സൗണ്ട് മാത്രം കേട്ടാൽ മതി. ഓക്കെ, 3rd ബോൾ. പൊളി ഫീൽഡർ വിക്കറ്റ്. അടിപൊളി ഹിറ്റ്, ഡയറക്റ്റ് ഹിറ്റാണ്. നോ ബോളാ? അല്ല. ഈ ബോൾ ഗൂഗിളിൽ ഇട്ടെടുക്കത്തൊക്കെ വൈഡ് എന്ന് മാത്രം പറയരുത്. അത് വൈഡ്. അയ്യോ എന്തോ വൈഡ് 4. ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല. വൈഡ് 4. പക്ഷേ മോനത് അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നെയും പ്രശ്നമില്ല. ബയ്യ കുഴപ്പമില്ല. വരുൺ ചക്രവർത്തി ഈ സ്പിന്നേഴ്സിന് ഇവർക്കൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ. കാലിന് ഒന്നാം വെക്ക്. കാലിന് എന്നിട്ട് ടഫിനടുത്ത്. ഇപ്പോൾ 3 ബോൾ വരുന്നു. ഇതാണ് 4th ബോൾ. ആടി. ഷോട്ട്. ഇവന്തൊക്കെ അവിടെ കണ്ട സെഞ്ചുറിനെ കണ്ട. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ലെഗ് സ്പിൻ ഇട്ട് കൊടുക്കാം. എന്താ വരും? ഔട്ട്. പൊളി, അടിപൊളി. വരുൺ ചക്രവർത്തി സൂപ്പർ ബോളിങ് എന്ന് പറയണം. കാരണം വിക്കറ്റ്സ് ഒക്കെ ഇന്ന് കഷ്ടപ്പെട്ടെടുക്കുകയാണ്. ബുംറ സൂപ്പർ ക്യാച്ച് തന്നെ. എന്നാൽ ഞങ്ങൾ ട്രേവിസ് ഹെഡ് അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്തു. അവൻ്റെ റൺസാണ് ഇത്രയും. റൺ സ്കോർ. മിച്ചൽ മാർഷ് ഈസ് കമ്മിങ്. மார்ஷ் வர்றாரு, அடிக்க போகிறாரு. எல்லாரும் தள்ளி நில்லுங்க. இந்த போல் ரொம்ப மோசமான போலாக போச்சே. வைடு. ஆனால் ஆள் இருக்கார். ஆளுண்டு. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ വൈഡാ. വൈഡ് ബൈ 2 ബൈ വൈഡ് ബൈ. ഇപ്പോൾ ടോട്ടലി 2 റൺസ്. ലാസ്റ്റ് ബോളിലാണ് ഇങ്ങനെ ഞാൻ പണിയെടുത്തത്. കുഴപ്പമില്ലല്ലോ. അതിൽ തന്നെ ഒരു 4 +2 6 റൺസ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
സോ പവർ പ്ലേ ഈസ് ഫിനിഷ്ഡ്. പവർ പ്ലേയിൽ ഫിന്നേഴ്സിന് കൊടുത്തതാണ് പക്ഷെ ഒരു ഇതുവരെയായിട്ട് ഒരു 6 പോലും അടിച്ചില്ല. 4 തന്നെ അടിച്ചോന്നറിയില്ല. 4 ഒക്കെ അടിച്ചിട്ടുണ്ട്, 2-3 4 അടിച്ചിട്ടുണ്ട്. 4 നമ്മളായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ പറയണ്ട, വീണ്ടും ഒരു വീഡിയോ വരുന്നത് ഫസ്റ്റ് മാച്ച് നിങ്ങൾ കമൻറ്റിൽ പറയൂ. ODI മാച്ചസ് ആൻഡ് T20 മാച്ചസ് വേണമെന്ന്. സോ ഹാർദിക് പാണ്ഡ്യ ഈ അടുത്ത് ലാസ്റ്റ് ഓവർ എടുത്താൽ മതിയായിരുന്നല്ലേ. സ്ട്രെയിറ്റ് ബോൾ ഹാർദിക് പാണ്ഡ്യ. ഓ ഷിറ്റ്, സരവിടും. ഓന് കുറേ നേരം ഇല്ലാതെ ആരാണ്? ശിവം ദുബെ 2ാമത്തെ പ്രാവശ്യം വിടുന്നതായി. എന്താണ് അടിപൊളി ഫീൽഡിങ്. ഒരു റണ്ണ് പോലും കൊടുത്തില്ല എന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെ വിട്ടാനി ഹാർദിക് പാണ്ഡ്യ. എന്നാലും അതൊക്കെ പിന്നെ ഉള്ളു. അണ്ണൊക്കെ മിച്ചൽ മാഷ് ഇറങ്ങിയില്ലേ. മറ്റേ ബോൾ ഔട്ടായ ബോളാണ് ഇട്ട്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് ലെഗ് സൈഡിലേക്ക് അടിക്കാനുള്ള കണ്ട അങ്ങോട്ടേക്ക് അടിച്ച്. ഇപ്പോൾ 2 റണ്ണ് പോകുമെന്ന് തോന്നുന്നു. ഇല്ല, ഹാർദിക് പാണ്ഡ്യ ഹാട്രിക് ഓഫ് റൺസ്. 1 റണ്ണ് 3 ലക്ഷം. ഹാട്രിക് ഓഫ് 1 റൺ. ഓഫ് കട്ടർ നിന്ന് വന്നിട്ടുണ്ട്. വടത്തരം ചെയ്ത് എന്തായാലും അങ്ങോട്ടേക്ക് എത്തിയില്ല, അത് മതി. ഹാർദിക് പാണ്ഡ്യ പവർ நல்ல பவராக இருக்கணும் எப்போவுமே. ஹர்திக் பாண்டியனா எப்போவுமே வெறித்தனமான போலரன் பேட்டிங். ஆனால் அவர் கொஞ்சம் போலிங்கில் டவுனுங்க. சூப்பரான அவுட் ஸ்விங்கர். என்னடா இவ்வளோ அப்படி பண்ணுறாங்க. 5 ஓவரில் இவ்வளோ நினச்சாலே ஈஸியாக எடுத்துடலாம். இதுக்கு மேலே போச்சுன்னா ஐயோ தப்பு பண்ணிட்டேங்க. பரவாயில்ல, கண்டிப்பாக ஐடுன்றான். ஆமாம், எப்படியாவது அடிச்சிடுறா தம்பி. போடு 4 இதான் நான் சொன்னேன், எப்படியாவது அடிச்சிடுறேன். ஆனால் இந்த போல மட்டும் அடிக்கல அவன். இந்த போல மட்டும் അടിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര കഷ്ടമായി പോവും. ഇത്ര കഷ്ടപ്പാട് കുറച്ച് നേരം തമിഴില്ലാതെ സംസാരിച്ചാൽ തോന്നിട്ട്. സോറി 1 purchase 0 interruptions. ശരിയാണ്, പണ്ടത്തെ ആൾക്കാർ ജസ്പ്രീത് ബും 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 ബ്രാ ഇൻ സ്വിംഗർ ബുംറ സൂപ്പർ. ബുംറേൻ്റെ ഫാസ്റ്റ് ഒരു ഇനിയാണ് ഗൈസ്. ബുംറേൻ്റെ കളി നമുക്ക് കാണിക്കണ്ടേ. ഡിഫൻസ് യോ ഗായ്സ്, ഞാനൊരു തെറ്റ് ചെയ്ത് ഗൈസ്. ഇതും ബാക്കോട്ട് അടിക്കും. ഫീൽഡറുണ്ട്, അടിപൊളി. ഒരു 3 ഡോട്ട് ബോൾ. സ്വിങ്ങർ അങ്ങനെയെങ്കിലും ഒന്ന് ഡോട്ട്. ഓ ഷിറ്റ്, ഇതൊക്കെ സുഖമായിട്ട് വന്നിട്ടെടുക്കും. അങ്ങനെയെങ്കിലും പ്ലീസ് കഷ്ടപ്പാടാണ്. എന്നാലും ലെഗ് ഓ വട ഷോട്ട്. എന്നാലും 6 ആയില്ല, അത് മതി. ബുംറേൻ്റെ ഓവറിൽ കുറച്ച് മേലുണ്ട് കേട്ടോ. ഈശ്വര,
നല്ല പറയുന്നുണ്ട് ഇതുവരെയായിട്ട് നമ്മൾ നോക്കുന്നതിന് മുമ്പ്. പൊളി, അടിപൊളി 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 അടിപൊളി. അതുപോലെ 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 ലക്കട്ടർ ലക്കട്ടർ. അത് വൈഡാണെന്ന് ഉറപ്പാണെന്ന് അറിയില്ല, എന്നാലും വൈഡ്. യെസ്, അത് എവിടെയാണെങ്കിലും വൈഡ്. എങ്ങനെയെങ്കിലും നമ്മൾ ഈ പോകും. ഉംറേൻ്റെ ഓവറിൽ ഇങ്ങനെ തോട്ട് വൈഡൊന്നും കണ്ട. എന്നാലും അത് ഡോട്ട് ബോൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 6 റണ്ണ് കറക്റ്റ് പോയി. 7 റണ്ണ് തന്നെ. വൈഡില്ലെങ്കിൽ കറക്റ്റ് 6 റണ്ണ് കൊടുക്കായിരുന്നു. എന്നാലും ബൗണ്ടറി ഒന്നും കൊടുക്കാണ്ട് ബുംറ സൂപ്പറായിട്ടൊരു ഓവർ, ഒരു ബൗളിംഗ് സ്കോർ. ബുംറ അടിപൊളിയായിട്ടിരുന്ന്. അർഷ്ദീപ് സിംഗ് സെക്കൻഡ്, പിന്നെ തേർഡ് ഹർദിക് പാണ്ഡ്യ, ഫോർത്ത് അക്ഷർ പട്ടേൽ, ആൻഡ് ഫിഫ്ത്താണ് റാണ ചക്രവർത്തി. കുറേ റൺസ് കൊടുത്തു പോയി. എന്താ പറയേണ്ടത്, ഒരു വിക്കറ്റ് എടുക്കുന്നതാണ്. ബും 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 ബുംറ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹർഷ്ദീപ് സിംഗ് വിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഓപ്പണർ. ഇനി അറിയാം നമ്മളോട് ചേട്ടൻ എന്ത് സെറ്റ് ചെയ്യാൻ വന്നില്ലേയും. നമ്മളെ സഞ്ജു സാംസന്റെ ചേട്ടനും പിന്നെ നമ്മളെ സ്വന്തം അഭിഷേക് ശർമ്മ. ഇന്ത്യ ബാറ്റിംഗ് ചെയ്യുന്നു. What a shot! 1 bounce boundary. അയ്യോ, ഈ അവസരമാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഇതൊക്കെ 2 ഓവറിൽ തീർക്കണം. ഇതൊക്കെ 2 ഓവറിൽ 23 റണ്ണ്, 4 ഇനി 2 6 2 4 അടിച്ചിട്ട് തീർക്കണം. ഓ ഡോട്ട് ബോൾ. എന്തായാലും 4 ബോൾ യൂസ് ചെയ്യണം. 18 റണ്ണെങ്കിലും മതി. പ്ലീസ് പ്ലീസ് പ്ലീസ്, എങ്ങനെയെങ്കിലും എടുത്താട്. ബൗണ്ടറി ബൗണ്ടറി ബൗണ്ടറി. അപ്പോൾ ഗൈസ് അങ്ങനെയെങ്കിലും ഇപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇതാക്കാമെന്ന് വിചാരിച്ചത് അടിക്കാമെന്ന്. 12 runs to kick. 6 from Abhishek Sharma. 18 runs in an over. ഇനി എത്ര റൺസാണ്? നിസ്സാര റണ്ണാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാം. 35 6. അയ്യോ പണി. 6. സഞ്ജു സാംസൺ പഠിക്കാൻ പറ്റുമോ? നോക്കാം. എത്ര റൺസ് ആവശ്യം? 32 പ്ലസ് 35 ആവശ്യം. എന്തായാലും നമ്മൾ ഇത്തിരി 6കളൊക്കെ അടിക്കാം. എന്തായാലും നമുക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. കമ്മിൻസിന് കൊടുത്ത് വരുന്നത് 2ാമത്തെ ഓവർ. ഞാനത് സുഖമായിട്ട് അടിക്കുമ്പോൾ സഞ്ജു സാംസൺ ഔട്ട്. ഷിറ്റ്, ഓ മൈ ഗോഡ് ഗേയ്സ്. സരല ചേട്ടൻ നമ്മൾ കളക്കുമെന്ന് വിചാരിച്ച് കിഷൻ 1ാം വിക്കറ്റിൽ ഇറങ്ങി. 1 വിക്കറ്റ് പോയല്ലോ ഗൈസ്. അന്ന് നമ്മളെ സഞ്ജു സാംസൺ ആയി പോയില്ലേ. ബൗണ്ടറി ഔട്ട്. ഓ ജസ്റ്റ് മിസ്. ഇതെന്താണ്? ഓസ്ട്രേലിയക്ക് തൊട്ടും തുന്നം പരിച്ച മാതിരി ആയിരിക്കും തോന്നുന്നു. ഓ ഷിറ്റ്. ബൗണ്ടറി ഏടാ.
ഒരെണ്ണം കൂടി ഉള്ളു. എത്തിയോ? ഓക്കെ. അഭിഷേക് ശർമ്മ. ഫസ്റ്റ് ഷോട്ട്. അതാണ് മോനെ ഷോട്ട് കളിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കാം. ഇതൊക്കെ ഇപ്പം ടെൻഷനൊന്നും ഇനി എങ്ങനെ ഈ കളി ജയിക്കും? അഭിഷേക് ശർമ്മ. അഭിഷേക് പവറായിട്ട് പെവർ വേണം നമുക്ക്. പെവർ അത്രേ ഉള്ളൂ. 1 ബൗണ്ടറി. ഇവിടെയാണ് നമ്മളെ കളി ആരംഭിക്കുക. നമ്മളിങ്ങനെ നല്ലിങ്ങനെ കളിച്ച് നമ്മൾ ജയിക്കണം. അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളൊന്നും. 6 അഭിഷേക് ശർമ്മ എന്നൊരു കത്തുണ്ട്. അതാണ് ഒന്നും പറയണ്ടല്ലോ. ടീമിൻ്റെ പവർ ടീമായിരിക്കും. അനങ്ങ കളിയായിരിക്കും. ഞാനിവിടെ വിക്കറ്റ്സ് പോകാണ്ട് കളിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു 2 വിക്കറ്റ് പോയില്ല. പ്രശ്നമില്ല. ഓനൊക്കെ പോയില്ലെങ്കിൽ നമുക്ക് പോകത്തെ. നമ്മൾ ഇനി വിക്കറ്റ് പോകാണ്ട് നോക്കാം. നമുക്കിപ്പോൾ പോയാലേ അവർക്ക് ഇനി പ്രശ്നം. ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, സൂര്യകുമാർ യാദവ് നടക്കാൻ പോകുന്നത്. തിലക് വർമ്മേനൊന്നും ഞാൻ ഒരിക്കലും ഇപ്പം ഈ സമയത്ത് കളിക്കില്ല. അടിക്കുന്ന ആൾക്കാർ ഇറക്കും. തിലക് വർമ്മ ഇറങ്ങിയാലും ഓനൊക്കെ വെച്ച് ഞാൻ അടിക്കായിരിക്കും 6. അല്ല പിന്നെ ഇഷാൻ കിഷൻ വന്നു, ആനന്ദ് വന്നു. ഇഷാൻ കിഷൻ ആനന്ദ് സാംബയുടെ പോയി 6 അടിച്ച്. ഇതാണിപ്പോൾ പറയേണ്ടത്. ഈ ഓവറിൽ നമുക്ക് കളി തീർക്കാൻ തോന്നുന്നു. 7 + 3 10 runs in 5 balls. Wow, 10 runs in 4 balls. അത് പെർഫെക്റ്റ് ചെയ്യുന്നു ഗൈസ്. പെർഫെക്റ്റ്. ഓക്കെ. പക്ഷെ അത് കൊളാക്കി. ഓക്കെ. 6 ആഡം സാംബേൻ്റെ ബോൾ അടിച്ച് വിടുന്നുണ്ട് ഇഷാൻ കിഷൻ. അത്രേ ഉള്ളൂ. ഇനിയും വരും 4 മാത്രം. ഒരേ ഒരു 4 അടിച്ച കളി ജയിച്ച്. ഇത്രയേ ഉള്ളൂ. കളിയൊക്കെ ജയിച്ചുമ്പോൾ 3 ബോൾ 3 റൺസ്, 3 ബോൾ 4 റൺസ്. അതൊക്കെ സുഖം. നോക്കിയാൽ ഈ ബോൾ ഒരു 2 റൺ എടുക്കുക. അല്ല, ഈ ബോളിൽ തന്നെ കളി തന്നെ തീർത്താൽ ഞാൻ 6 അടിച്ചിട്ട്. അല്ല ഇതെന്ത് 2 റണ്ണിയും പറഞ്ഞാൽ മതി. എന്നാൽ അടിപൊളി ഷോട്ട് ആയിരുന്നു കേട്ടോ. അതെ, ആ ഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ സേവ്. 2 ബോൾ 2 റൺ ആവശ്യം. 2 ബോളൊന്നും എന്തിനായി? 1 ബോളിന് മതി. 6. അത്ര കളി ഇന്ത്യ കപ്പടിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇന്ത്യ won by 9 wickets. നല്ല പിന്നെ അഭിഷേക് ശർമ്മ അടിപൊളിയായിരുന്നു. ഒന്നും പറയാൻ. ഇഷാൻ കിഷൻ കളിയായിരുന്നു. അപ്പം സഞ്ജു സാംസനാണ് ഇപ്പോൾ കാത്തത്. അപ്പം ഇതാണ് അപ്പം ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. മാൻ ഓഫ് ദ മാച്ച് അഭിഷേക് ശർമ്മക്കാണ്. എല്ലാവർക്കും ഗുഡ് ബൈ. എന്താ പറയാത്തതെന്നല്ലേ? വെയിറ്റ് പ്ലീസ് എല്ലാവരും. ഞാൻ കുറേ ആയി നിങ്ങൾക്ക് നല്ല വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ആരും എനിക്ക് സപ്പോർട്ടില്ല. ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യില്ല, സബ്സ്ക്രൈബും ചെയ്യില്ല. സോ ഈ വീഡിയോയുടെ ലൈക്സ് ടാർഗറ്റ് വരും 5. പ്ലീസ് ചെയ്തേക്കണേ. എല്ലാവർക്കും ഗുഡ് ബൈ. ബൈ. സീ യു. ഞാൻ ഇതിൻ്റെ ടെസ്റ്റ് മാച്ച് വീഡിയോ ഇന്ന് തന്നെ വരുന്നതായിരിക്കും. സോ ടെസ്റ്റ് മാച്ചിൽ ഞാൻ 2 ടീംസിനെ സെലക്ട് ചെയ്യട്ടെ. റെസ്യൂം മാച്ചിന്. സോ ടീം നമ്മൾ ഇന്ത്യനെ വെച്ച് കളിക്കില്ല. പാകിസ്ഥാൻ
ഇന്ത്യനെ വെച്ചാണ് കളിക്കുക അല്ലേ. സോ ഗുഡ് ബൈ, ബൈ ബൈ, സീ യു.